ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ അകലെ, അതായത് 6 മിനിറ്റിന്റെ ഡ്രൈവ്, അത്രയും അടുത്താണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. പക്ഷെ ഇന്ന് വരെയും ഞാൻ അവിടെ പോയിട്ടില്ല. ഇന്നത്തെ നമ്മുടെ യാത്ര മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. മുതലമട റെയിൽവേ സ്റ്റേഷൻ എന്ന് എഴുതിയ സൈൻ ബോർഡ് കാണാം. മുതലമട റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് കേട്ടറിഞ്ഞ് അതിന്റെ ഭംഗി തേടി കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുന്നുണ്ട് ഇവിടെ. ഇത്രയും അടുത്തിരുന്നിട്ട് നമുക്ക് ഇന്നാണ് അങ്ങോട്ട് പോകാൻ ഒരു അവസരം കിട്ടിയത്. ഇവിടെ യാത്ര ചെയ്യാനെത്തുന്ന ആളുകളെക്കാളും കൂടുതൽ റെയിൽവേ സ്റ്റേഷന്റെ ഭംഗി കാണാനെത്തുന്നവരാണ്. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ 10 ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട കൊല്ലങ്കോട് കാണാനെത്തുന്ന പലരും ഇങ്ങോട്ടും വരാറുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ അകത്തേക്ക് കയറണമെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. ഇടയ്ക്ക് സന്ദർശകർക്ക് ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. പ്ലാറ്റ്ഫോം ടിക്കറ്റോ ജേർണി ടിക്കറ്റോ ഇതിനകത്തേക്ക് കയറാൻ നിർബന്ധമായും കൈവശം വെക്കേണ്ടതുണ്ട്. പാലക്കാട് നിന്നും തിരുച്ചെന്തൂർ പോകുന്ന ട്രെയിനിനു മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ. രാവിലെ 6:40-നും അത് തിരിച്ചു വരുമ്പോൾ വൈകിട്ട് 8:24-നും ഇവിടെ നിർത്തും. കൊല്ലങ്കോട്ടെത്തുന്ന സഞ്ചാരികളുടെയും സിനിമ സീരിയൽ നിർമ്മാതാക്കളുടെയും ഇഷ്ട സ്റ്റേഷനാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. മുതലമട കാമ്പർത്തുചള്ള നാൽക്കവലയിൽ നിന്നും വടക്കോട്ട് 4 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഈ സ്ഥലം കാണാം. സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഈ പ്ലാറ്റ്ഫോം കാണാൻ സാധിച്ചതിലുള്ള സന്തോഷമാണ് ഈ കാണുന്നത്. പ്ലാറ്റ്ഫോമുകളുടെ നടുവിലായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന അരയാലുകളുടെയും പേരാലുകളുടെയും നിറഞ്ഞ സാന്നിധ്യമാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. മുതലമടയെക്കുറിച്ച് അറിയാത്തവരും ഈ സ്റ്റേഷൻ കണ്ടു കാണും. കാരണം തകർത്തോടിയ കുറേ മലയാളം സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുണ്ട് ഈ സ്റ്റേഷൻ. ചുരുക്കി പറഞ്ഞാൽ മലയാളം സിനിമയെ സ്നേഹിക്കുന്നവർ ഉറപ്പായും ഈ റെയിൽവേ സ്റ്റേഷൻ എവിടെയെങ്കിലും കണ്ടു കാണും. പണ്ടിവിടെ ഈ പ്ലാറ്റ്ഫോം ഒന്നും കെട്ടിയിരുന്നില്ല. മീറ്റർ ഗേജ് മാറ്റി ബ്രോഡ് ഗേജ് ആക്കാൻ പൊള്ളാച്ചി പാലക്കാട് ലൈൻ കുറച്ചു കാലം അടച്ചിരുന്നു. മണിരത്നം, പ്രിയദർശൻ തുടങ്ങിയ സംവിധായകരുടെ നിരവധി സിനിമകൾ ചിത്രീകരിച്ച ലൊക്കേഷനാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. മോഹൻലാലും ശിവാജി ഗണേശനും അഭിനയിച്ച ഒരു യാത്രാമൊഴി എന്ന സിനിമയിലെ ക്ലൈമാക്സ് സീൻ ഇവിടെയാണ് ചിത്രീകരിച്ചത്. ഇവിടെ ഡബിൾ ട്രാക്ക് ഉണ്ട്, മറുവശത്ത് ഒറ്റ ട്രാക്ക് ആണ്. നമ്മൾ ഈ ബ്രിഡ്ജിലൂടെ കയറി അടുത്ത പ്ലാറ്റ്ഫോമിൽ എത്തി. ഇത് നോക്കൂ, മുതലമട എന്ന് മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മൾ മലയാളികൾ. ഈ ഡിലൻ റെയിൽവേ സ്റ്റേഷൻ എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഒരു യാത്രാമൊഴി കൂടാതെ അൻപേ ശിവം, പാണ്ടിപ്പട, മേഘം, വെട്ടം തുടങ്ങി 35-ലധികം സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ ആൽമരങ്ങളാണ് ഇവിടത്തെ ഹൈലൈറ്റ്സ്. ഒരുപാട് കാലപ്പഴക്കമുള്ള മരങ്ങളാണ് ഇതെല്ലാം. ഇലക്ട്രിഫിക്കേഷന്റെ ഭാഗമായി ഈ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റാനിരുന്നതാണ്. നാട്ടുകാർ സമ്മതിക്കാതിരുന്നത് കൊണ്ടാണ് നമുക്കിന്നും ഈ ഭംഗി ഇവിടെ കാണാൻ കഴിയുന്നത്. ആരും ഈ മരങ്ങളുടെ വേരുകളിൽ പിടിച്ചു തൂങ്ങാനും അതിൽ പിടിച്ച് മുകളിലേക്ക് കയറാനും മറ്റുമൊന്നും ശ്രമിക്കരുത്. കാരണം ഈ മരങ്ങൾക്കിടയിലൂടെയാണ് ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്യുന്നത്. ഇവിടെ വരുന്നവർ ട്രാക്കിലൂടെ നടക്കുകയോ അവിടെ നിന്നും ഫോട്ടോ എടുക്കുകയോ ഒന്നും ചെയ്യരുത്. വളരെ വേഗത്തിലാണ് ട്രെയിനുകൾ ഇതുവഴി കടന്നു പോകുന്നത്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വെട്ടം സിനിമയിലെ ആ സീൻ ഓർമ്മ വരുന്നില്ലേ? അതിലെ പെൺകുട്ടി കുടിവെള്ളം പിടിച്ച ട്രെയിനിൽ കയറാനായി ഓടി വരുന്നത്, ദിലീപ് ചാടി വള്ളിയിൽ പിടിച്ച് ഇറങ്ങി തലയിൽ കലം വെച്ചു പോകുന്ന ഒരാളുടെ മീതെ വീഴുന്നതൊക്കെ ആ കോമഡി സീൻ. പൂച്ചെടികളെല്ലാം വെച്ച് പരിപാലിച്ച് നല്ല മനോഹരമായിട്ടുണ്ട് ഈ സ്റ്റേഷൻ. ഒരു യാത്രാമൊഴി എന്ന സിനിമയിൽ ലാലേട്ടൻ പെരിയോരെ വണ്ടികയറ്റാൻ വരുന്ന ആ ലോങ് സീൻ, അത് ഓർമ്മയില്ലേ? പിന്നെ മമ്മൂക്ക അഭിനയിച്ച മേഘം സിനിമയിലെ ക്ലൈമാക്സ് സീനും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അന്ന് ഈ പ്ലാറ്റ്ഫോം ഒന്നും കെട്ടിയിരുന്നില്ല. ഹൃദയം സിനിമയിൽ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്ത സീനുകളെല്ലാം ഓർമ്മ വരുന്നുണ്ടല്ലോ. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1898-ലാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നമ്മൾ അവിടെ നിന്നും ഇറങ്ങി. ഒരുപാട് പേർ റെയിൽവേ സ്റ്റേഷൻ കാണാനായി എത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് മധുര ഡിവിഷന്റെ കീഴിലായിരുന്നു ഈ സ്റ്റേഷൻ. വാൽപ്പാറ, പറമ്പിക്കുളം, നെല്ലിയാമ്പതി തുടങ്ങിയ മലനിരകൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന കാലത്ത് തോട്ടം മേഖലയായ ഇവിടേക്ക് തൊഴിലാളികളെ എത്തിക്കാനും ചരക്കുകൾ ചെന്നൈയിലേക്ക് എത്തിച്ച് കച്ചവടം ചെയ്യാനും പ്രധാനമായി ആശ്രയിച്ചു ഈ റെയിൽവേ സ്റ്റേഷനെയാണ്. 2015-ൽ മുതലമട റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി ആൽമരങ്ങൾ മുറിച്ചുമാറ്റാൻ ശ്രമം നടത്തിയപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വളരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. ആ മരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ ഭംഗി മുതലമട റെയിൽവേ സ്റ്റേഷന് ഉണ്ടാകുമായിരുന്നില്ല. ഞങ്ങൾ വലിയ പ്ലാനിംഗ് ഒന്നുമില്ലാതെയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എന്തായാലും ഞങ്ങൾ യാത്ര തുടരുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.